ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം. അതായത് നമ്മുടെ മേരി മീ ചിക്കനിൽ മിക്സ് ചെയ്ത ചിക്കൻ സ്റ്റോക്ക് ഓർമ്മയുണ്ടല്ലോ, ആ ചിക്കൻ സ്റ്റോക്ക്. ഇത് നമുക്ക് മന്തിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഇതിന് നമ്മൾ ബ്രസ്റ്റിൻ്റെ ബാക്കി ഭാഗമുള്ള എല്ല്, അതായത് ബോൺ, നടുക്കുള്ള പീസ് തന്നെ വേണം ചിക്കൻ്റെ. അത് ഒപ്പം കുറച്ച് ഓണിയൻ, പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ വേണം. നമുക്ക് വെളുത്തുള്ളി ഒരു 1-2 ഓണിയൻ, പിന്നെ ഒരു ക്യാരറ്റും കൂടെ വേണമെങ്കിൽ കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാരറ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ അതുകൊണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് നിറയെ വെള്ളം ഒഴിക്കാം. എന്ന് വെച്ചാൽ 2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മളത് 1/2 ലിറ്റർ വെള്ളം വരെ വറ്റിച്ചെടുക്കേണ്ടി വരും. അതിലേക്ക് നമ്മുടെ ബോൺ പീസ് ചേർത്ത് വെളുത്തുള്ളിയും ബിരിയാണി ലീഫും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് ഒപ്പം 1 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മല്ലിയില എല്ലാം അങ്ങനെ പൊടിയായി അരിഞ്ഞതിലേക്ക് ചേർക്കുക. ഒപ്പം നമ്മൾ ഉള്ളിയും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തോലോടെ അരിയണം. എല്ലാം തോലോടെ നന്നായി കഴുകിയ ശേഷം അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കുറേ കാലം എടുത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് ചെറിയ തീയിൽ കുറേ നേരം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അതായത് 2 ലിറ്റർ വെള്ളം നമ്മൾ 1/2 ലിറ്ററോളം, 1/2 ലിറ്ററും അല്ല, അതിലും കുറവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അത്രത്തോളം നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പം ആ ബോണിലുള്ള സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. ഈ ലീഫും ഓണിയനും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാത്തിൻ്റെയും സത്തുകൾ മുഴുവൻ ആ വെള്ളത്തിലേക്ക് ആവാഹിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് മേരി മീ ചിക്കൻ മാത്രമല്ല, നമ്മുടെ മന്തി ഉണ്ടാക്കണമെങ്കിൽ അതിലേക്കും ഒഴിക്കാം. പിന്നെ ചില ഡിഷുണ്ട്, ഇംഗ്ലീഷ് ഡിഷാണ്, നമുക്കത് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. അതിലേക്ക് ഇത് ചേർക്കാൻ പറ്റും. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിന് കളറില്ല. ക്യാരറ്റ് ഇട്ടിരുന്നെങ്കിൽ നല്ല കളർ കിട്ടിയേനെ. ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് അരിച്ചെടുക്കുക എന്നുള്ളതാണ് തരം. വേസ്റ്റ് ഐറ്റം മുഴുവൻ നമുക്ക് കളയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറുതായിട്ട് ഓയിലിട്ട് വറുത്തെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിൽ, അതായത് ചില്ലിൻ്റെ കുപ്പി തന്നെ വേണം, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് ചിക്കൻ സ്റ്റോക്ക്. ആവശ്യമുള്ളവരെല്ലാവരും ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത് പ്ലീസ്. ചിക്കൻ്റെ ബോണിലുള്ള സത്തുകൾ മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഊർന്ന് ചേർന്നത് കൊണ്ട് ഈ ചിക്കൻ സ്റ്റോക്കിന് നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട്. അതായത് ബോണിൻ്റെ ബലം എല്ലാം സംരക്ഷിക്കാനായി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.